സോഷ്യൽ മീഡിയയിൽ എന്റെ നെഗറ്റീവായിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. അതിനെ വിശദമായിട്ട് പിന്നീട് ഞാൻ ഡിസ്കസ് ചെയ്യും. എന്റെ കയ്യിൽ നിന്ന് 84,000 രൂപ പൈസ മേടിച്ച് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന യൂട്യൂബുള്ളവർ എന്നെ കുറിച്ച് പറയേണ്ട യാതൊരു അർത്ഥമില്ല. എന്റെ വീട്ടിൽ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് അവനെ ആദ്യം വിലക്കിയിട്ടുള്ളത്. അതിന്റെ ദേഷ്യം ചങ്ങനാശ്ശേരിക്കാരൻ ഒരു പശു കൊടുത്തപ്പം അവ അതിൽ തീർത്തു. എനിക്ക് യാതൊരു വിഷമവും ഇല്ല. പശുവിനെ കൊണ്ടുപോയിട്ട് കഞ്ഞി കൊടുത്തിട്ട് വയറിളക്കം ആക്കിയിട്ട് വിഷ്ണു എന്നല്ല ഒരു കച്ചവടക്കാരും പശുവിനെ തിരിച്ചെടുക്കത്തില്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പശുവിനെ കൊണ്ടുപോകുന്നത് കുഴപ്പമുണ്ടെങ്കിൽ വീഡിയോ ചെയ്യട്ടെ. ഞാൻ ഇവിടെ തന്നെ എന്റെ സ്വന്തം മണ്ണിൽ തന്നെ ഉണ്ട്. ഞാൻ ആരുടെ അയ്യോ വീഡിയോ ചെയ്യല്ലേ, അയ്യോ വീഡിയോ ചെയ്യല്ലേ, അയ്യോ വീഡിയോ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പോത്തില്ല. എനിക്ക് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ കോടതി പൊയ്ക്കോട്ടെ, എനിക്ക് ഇതിനകത്തൊന്നും അവർക്കും കാര്യം മനസ്സിലായി. എന്തുകൊണ്ട് എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ ആരും അറസ്റ്റ് ചെയ്തില്ല, എന്തുകൊണ്ട് എന്റെ കയ്യിൽ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ആ പശുവിനെ ഞാൻ തിരിച്ചെടുത്തില്ല. ആർക്കാ നഷ്ടം? എനിക്ക് കച്ചവടം കൂടിയിട്ടേ ഉള്ളൂ, കച്ചവടം കുറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കുക. അപ്പൊ ചങ്ങനാശ്ശേരിക്കാരൻ ചേട്ടൻ തെറ്റിപ്പോയി. ചങ്ങനാശ്ശേരിക്കാരൻ ചേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു കച്ചവടക്കാരനെയും പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കരുത്. അയാൾക്ക് വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്ത പശു അല്ല അയാൾക്ക് കിട്ടിയതെന്ന് പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വീഡിയോ കോളിൽ കണ്ടെടുക്കുന്ന പശു അല്ല നിങ്ങളുടെ വീട്ടിൽ വരുന്നെങ്കിൽ നിങ്ങൾ ആ വണ്ടിയിൽ തിരിച്ചു കൊടുത്തു വിടും. ആണോ അല്ലയോ? അപ്പൊ കള്ളം പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയുക. യൂട്യൂബുള്ളവർക്ക് എന്തും വായി തോന്നി പറയാം. അവൻ എൻ്റെ പൈസ മേടിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. ഞാൻ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തിയല്ല. 46,000 രൂപയ്ക്ക് കൊടുത്ത പശുവിന് രാവിലെ 15 ലിറ്റർ പാൽ അല്ലെങ്കിൽ രാവിലെ 10 ലിറ്റർ പാലും വൈകിട്ട് 8 ലിറ്റർ പാലും കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? പാലിന്റെ അളവ് ഞാൻ ഒരു കർഷകരുടെ അടുത്തും പറയാറില്ല. എന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ മുൻവശത്ത് വന്നാൽ പട്ടിയെ വിട്ട് കടിക്കും, റോഡ് വീലറിനെ ഇട്ട് കടിക്കും എന്ന് പറഞ്ഞ കള്ളന്റെ അടുത്ത്, കള്ളനായിട്ടുള്ള വ്ളോഗറോട് എനിക്ക് ഒന്നും പറയാനില്ല.